എസ്.എഫ്.ഐയുടെ അഖിലേന്ത്യാ സമ്മേളനം രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പൊതുചർച്ച തുടരുകയാണ്. ചർച്ചകൾക്ക് ശേഷം നാളെ അഖിലേന്ത്യാ സെക്രട്ടറി മറുപടി പറയും. എസ്.എഫ്.ഐ പൂർവ്വകാല നേതാക്കളുടെ സംഗമത്തിൽ എം.എ. ബേബി, പ്രകാശ് കാരാട്ട്, ബിപിൻ ബസു തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. ശരണ്യുണ്ടല്ലേ വിവരങ്ങൾ നൽകാൻ? ശരണ്യയിലേക്ക് പോകാം. ശരണ്യ, എന്തായാലും കോഴിക്കോട് എസ്.എഫ്.ഐയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നു. ഇന്നിപ്പോൾ മുതിർന്ന നേതാക്കളൊക്കെ വേദിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. നാളെ ചർച്ചകൾക്ക് മറുപടി, ഇന്നിപ്പോൾ ചർച്ചകൾ തുടരുന്നു. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? അസിത 22 വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിലേക്ക് എസ്.എഫ്.ഐയുടെ ഒരു അഖിലേന്ത്യാ സമ്മേളനം കടന്നു വരുന്നത്. അതിന് കോഴിക്കോട് വേദിയാകുക എന്ന് പറയുന്നത് തന്നെ അത്രയും വലിയൊരു കാര്യമായിട്ടാണ് ഈ കോഴിക്കോടുള്ള ജനങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ എസ്.എഫ്.ഐയും തന്നെ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ എസ്.എഫ്.ഐയുടെ കേരളത്തിലും അഖിലേന്ത്യയിലും നിന്നുള്ള നേതാക്കളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലേക്ക് കടന്നു വരുമ്പോഴുള്ള അവരുടെ സന്തോഷങ്ങളെല്ലാം തന്നെ. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം എസ്.എഫ്.ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ഗ്രൂപ്പ് ചർച്ചകൾക്ക് ശേഷം പൊതു ചർച്ചകളായിരുന്നു നടന്നിരുന്നത്. ആ പൊതു ചർച്ചകൾക്കുള്ള മറുപടി അത് നാളെ അഖിലേന്ത്യാ സെക്രട്ടറി തന്നെ പറയും. അതിനുശേഷമാവും നാളെ പുതിയൊരു നേതൃത്വത്തെ, അഖിലേന്ത്യാ നേതൃത്വത്തെ, പ്രസിഡന്റ്, സെക്രട്ടറി അടങ്ങുന്ന നേതൃത്വത്തെ നാളെ അറിയാൻ കഴിയുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ അറിയേണ്ടതുണ്ട്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പൂർവ്വകാല നേതൃസംഗമം ആയിരുന്നു. നിരവധി പൂർവ്വകാല എസ്.എഫ്.ഐ പ്രവർത്തകരും അതുപോലെ തന്നെ നേതൃനിരയിലുണ്ടായിരുന്ന ആൾക്കാരുമായിരുന്നു ഇന്ന് ഈ ഒരു സംഗമത്തിൽ പങ്കെടുത്തത്. എം.എ. ബേബി, നമുക്കറിയാം CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം.എ. ബേബി മുൻകാല എസ്.എഫ്.ഐയുടെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ എ. വിജയരാഘവൻ, പ്രകാശ് കാരാട്ട് തുടങ്ങിയ ആൾക്കാരൊക്കെ ഇന്ന് സമ്മേളന വേദിയിൽ എത്തുകയും ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇവരെല്ലാം തന്നെ എസ്.എഫ്.ഐയെ, ഇന്നത്തെ എസ്.എഫ്.ഐയുടെ പുതിയ തലമുറ യുവാക്കളെ അടക്കം അഭിനന്ദിച്ചുകൊണ്ടാണ് പോയിരുന്നത്. കാരണം ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും അടക്കം വിദ്യാർത്ഥികൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് ഏറ്റവും ആദ്യം തന്നെ മുൻനിരയിലെത്തി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിനും അതുപോലെ തന്നെ അതിന് വേണ്ട കൃത്യമായ നിലപാടോടുകൂടിയ പ്രക്ഷോഭങ്ങളിലേക്ക് അടക്കം എത്തുന്നത് എസ്.എഫ്.ഐ മാത്രമാണെന്നും എസ്.എഫ്.ഐ പോലുള്ള സംഘടന ഇത്രയും വിദ്യാർത്ഥികൾക്കിടയിൽ അത്രയും ശക്തമായി തന്നെ നിലകൊള്ളുന്നത് അറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അവരെ അഭിനന്ദിക്കുക കൂടി ചെയ്തുകൊണ്ടാണ് എസ്.എഫ്.ഐയുടെ പൂർവ്വകാല മുഴുവൻ നേതാക്കളും ഇന്ന് സംഗമത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കഴിഞ്ഞ കുറച്ച് സമയം മുൻപ് എ. വിജയരാഘവൻ അടക്കം നമ്മളോട് പ്രതികരിച്ചിരുന്നു. എസ്.എഫ്.ഐയുടെ ത്യാഗോജ്വലമായ ഓർമ്മകളും അതുപോലെ തന്നെ തീവ്രമായ ഓർമ്മകളും എല്ലാം തന്നെ പറഞ്ഞു. എസ്.എഫ്.ഐയിൽ നിന്നുമുള്ള സംഘടനയിൽ നിന്നും കിട്ടിയ കാര്യങ്ങളാണ് പിൻകാലത്തുള്ള പ്രവർത്തനങ്ങൾക്കടക്കം പ്രചോദനമായതെന്നും എസ്.എഫ്.ഐയിലല്ലാതെ മറ്റൊരു സംഘടനയിലും ഇത്രത്തോളം രക്തസാക്ഷിത്വങ്ങൾ വഹിച്ച ഒരു സംഘടന, വിദ്യാർത്ഥി സംഘടന വേറെ ഒന്നും ഇല്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെയായിരുന്നു പൂർവ്വകാല നേതാക്കളെല്ലാം തന്നെ സംഗമത്തിൽ വന്ന പൂർവ്വകാല നേതാക്കളെല്ലാം തന്നെ പറഞ്ഞത്. അസിത, ഷമി.